പ്രിയപ്പെട്ടവരെ, ഈ ബാനർ എഴുതുമ്പോൾ പലപ്പോഴും സമയക്കുറവ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. തിരക്ക് പിടിച്ച സമയത്തായിരിക്കും, അവസാന ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ തുണിയിൽ തന്നെ എഴുതിയ ബാനർ വേണം, അർജൻ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എത്തുന്നത്. ആ സമയത്ത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലെറ്ററൊക്കെ എഴുതുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത്തരം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എഴുതാൻ പറ്റിയ ഒരു ലെറ്ററാണ് ഇവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബ്രഷ് നമ്മൾ ശരിക്കും വെർട്ടിക്കലായിട്ട് വെക്കണം. ബ്രഷിൻ്റെ അറ്റം എഴുതുമ്പോൾ സാധാരണ ഫാൻസി ലെറ്ററാണ് ഇപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത്. കാലിഗ്രാഫിയിൽ വരുന്ന ഒരു ഫാൻസി ലെറ്ററാണ്. ഈ ലെറ്റർ എഴുതുമ്പോൾ നമുക്കറിയാം, സാധാരണ 45 ഡിഗ്രിയിൽ നമ്മൾ ബ്രഷ് പിടിക്കും. അതിന് പകരം തികച്ചും വെർട്ടിക്കലായിട്ട് വെക്കുക. എന്നിട്ട് എഴുതുമ്പോൾ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ വീതി കൂടി, കുത്തനെയുള്ള ഭാഗം വീതി കുറഞ്ഞ് താഴ്ന്നു വരുന്നതായിട്ടുള്ള ലെറ്ററാണ് നമുക്ക് കിട്ടുക. അപ്പം അത്തരത്തിലുള്ളൊരു എഴുത്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒറ്റ പ്രാവശ്യം കൊണ്ട് എഴുത്ത് ഫിനിഷ് ആവണം. സാധാരണ ചിലപ്പോൾ നമ്മൾ ബ്ലോക്ക് ലെറ്ററൊക്കെ എഴുതുമ്പോൾ പെയിൻറ്റ് വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ എഴുതി ഫില്ലാക്കാറുണ്ട്. ഇവിടെ പെയിൻറ്റിൻ്റെ മിക്സിങ് വളരെ കൃത്യമായ ഡൈല്യൂഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഫിനിഷായി മാറും ഈ എഴുത്ത്. പിന്നെ ഈ ലെറ്ററിന് കുറച്ച് ഫാൻസി ആയിട്ട് എന്തെങ്കിലും യെല്ലോ കളർ കൊണ്ട് ബോർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായി മാറും ലെറ്റർ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ വേഗത്തിൽ നമുക്ക് ബാനർ എഴുതി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലെക്സിൽ നിന്നൊക്കെ മാറി തുണിയിൽ തന്നെ എഴുതണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ബാനറുകൾ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ലെറ്റേഴ്സാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് കൂട്ടിയത്. ബ്രഷ് ഏകദേശം ഒരു 12ാം നമ്പർ ബ്രഷാണ്, ഫ്ലാറ്റ് ബ്രഷാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ സ്റ്റൈനറാണ്. റെഡ് സ്റ്റൈനറിൽ ഇത്തിരി യെല്ലോ ചേർത്തിട്ട് റെഡിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അരുതാത്ത ലഹരി അരുത്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനിയും കുറച്ചുകൂടി ആ റെഡിൽ ഇത്തിരി താഴെ ഇത്തിരി ഒരു ഡാർക്ക് കളറ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ യെല്ലോ കളർ കൊണ്ട് ചെറിയൊരു ബോർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി നമുക്ക് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, അതിലേറ്റവും പ്രധാനപ്പെട്ട ലെറ്ററാണത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ മെയിൻ പ്രോഗ്രാമാണ്. ഓക്കെ, താങ്ക് യു.